ഇന്ന് വളരെ ഒരു നിർണായകമായ ഒരു സമരത്തിന് ഒരുപക്ഷെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയുടെ ഏറ്റവും വലിയ അനീതിയായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരം, അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ത്യാഗോജ്ജലമായ ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ത്യാഗോജ്ജലമായ ഇടപെടലാണ് ഇന്നത്തെ ഈ ബോധഗയ വിമോചന യാത്രയ്ക്കുള്ള പിന്തുണ. അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം ഒരുപക്ഷെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ വളരെ വ്യക്തമായി പറയുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം മാത്രമേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന മുദ്രാവാക്യം പോലെ ബൗദ്ധരുടേതാണ്, ബുദ്ധൻ്റേതാണ്, ബുദ്ധ സംസ്കാരത്തിൻ്റേതാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിച്ച ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ അദ്ദേഹം മുന്നോട്ട് വെച്ച ഭരണഘടനയുടെ ആമുഖത്തിൽ പോലും ബൗദ്ധമായ ചിന്തകൾ, ബൗദ്ധമായ ജീവിതങ്ങൾ അത് വളരെ വ്യക്തമായി അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമര അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രതിഷേധ ധ്വനി നമ്മുടെ ഈ തിരുവനന്തപുരത്ത് കേരളത്തിന്റെ മണ്ണിൽ ഉയർത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർ നാളുകളിൽ ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ ബൗദ്ധരുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ചരിത്രം പരിശോധിക്കുമ്പോൾ ബാബാ സാഹേബ് അംബേദ്കർ കണ്ടെത്തിയതുപോലെ, പറഞ്ഞതുപോലെ, രേഖപ്പെടുത്തിയതുപോലെ ലോകത്ത് സമാധാനമുണ്ടാകണമെങ്കിൽ ബൗദ്ധ ചിന്തകൾ, ബൗദ്ധ പ്രവൃത്തികൾ, ബൗദ്ധമായ ജീവിതചര്യ അത് തുടരണം, പിന്തുടരണം എന്ന് ബാബാ സാഹേബ് അംബേദ്കർ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ ഓർമ്മപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സമരം, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ത്യാഗപൂർണമായ ഇടപെടലാണ് ഈ ഒരു പ്രതിഷേധ അല്ലെങ്കിൽ ഇന്ന് നടത്തിയിരിക്കുന്ന വാക്യം മെഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. തീർച്ചയായും വരും കാലങ്ങളിൽ ഇത് കേരളത്തിന്റെ മണ്ണിൽ കൂടുതൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ സംഘത്തിൻ്റെയും എല്ലാവിധ പിന്തുണയും ഈ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭീം, നമോ ബുദ്ധായ.